ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, എത്ര ദൂരം ഓടാനുള്ള ഫ്യൂൽ ഉണ്ട്, ഫോണിന്റെ മിററിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. എന്നാൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യും. അടിമാലി ഓപ്ഷൻ സ്പോർട്സ് ഓപ്ഷൻ വേരിയന്റ് ആയതുകൊണ്ട് ഇതിന് പുതിയതായിട്ട് ആഡ് ചെയ്ത ഫീച്ചറാണ് വയർലെസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൺറൂഫ് ആണ്. നമസ്കാരം, ഞാൻ ഡെലീഷ് തോമസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്തുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ ഷോറൂമിലാണ്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ i20 ആണ്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെയുള്ള സെയിൽസ് എക്സിക്യൂട്ടീവായ എൽദോസ് വിവരിച്ചു തരുന്നതാണ്. നമ്മൾ ഈ ഷോറൂമിൽ നിരവധി വാഹനങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കി കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ള കോതമംഗലം പോപ്പുലർ ഹ്യുണ്ടായിന്റെ കാർ ഷോറൂമിലാണ്. എൻ്റെ പേര് എൽദോസ്, ഞാനിവിടെ സെയിൽസ് കൺസൾട്ടന്റ് വർക്ക് ചെയ്യുന്നു. ഇന്ന് പരിചയപ്പെടുന്നത് ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ i20 സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇത് പുതിയൊരു വേരിയന്റ് ആണ്. സ്പോർട്സിൽ തന്നെ ഒരു ഓപ്ഷൻ വേരിയന്റ് ആയിട്ട് ആഡ് ചെയ്ത് വന്നതാണ്. ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇനി ഫ്രണ്ട് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ബോണറ്റിന്റെ മുകളിലായിട്ട് 4 ക്യാരക്ടർ ലൈൻസ് പോകുന്നുണ്ട്. അതൊരു സ്പോർട്ടി ലുക്ക് തന്നെയാണ്. i20ക്ക് കുറച്ച് ബോൾഡ് ലുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിലായിട്ട് നേരത്തെ വന്നിരുന്ന i20 ലോഗോ താഴെയായിട്ടായിരുന്നു, ഇപ്പൊ അത് ഈ ഒരു ഭാഗത്തേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അതിന്റെ താഴെ തന്നെ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഗ്രില്ല് കാണാനായിട്ട് സാധിക്കും. അതിന്റെ താഴെയായിട്ട് നമുക്ക് സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. സ്കിഡ് പ്ലേറ്റ് ഒരു അലുമിനിയം ടൈപ്പ് സ്കിഡ് പ്ലേറ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഇതിന്റെ DRLC ഒരു ഭാഗത്താണ് വരുന്നത്. ഹാലജൻ ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതിന്റെ സൈഡിൽ തന്നെ നമുക്ക് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്കിനി i20യുടെ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിൽ നമുക്കൊരു ക്യാരക്ടർ ലൈൻ കാണാൻ സാധിക്കും. ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് റിയർ പോർഷൻ വരെ പോകുന്നുണ്ട്. അതിന്റെ താഴെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ബോൾഡ് ലുക്ക് വെഹിക്കിളിൽ നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് ടയറിലേക്ക് വരികയാണെങ്കിൽ ടയർ നമുക്ക് 16 ഇഞ്ചിന്റെ ടയറാണ് കിട്ടുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റൈൽഡ് സ്റ്റീൽ വീൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റീൽ വീൽ ഡിസൈനാണ് അതിന് നൽകിയിരിക്കുന്നത്. കൂടാണ്ട് നമുക്കിത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഓട്ടോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൂടെ കാണാൻ സാധിക്കും. മിററിലാണ് ഈ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിരിക്കുന്നത്. നമുക്ക് ബീഡിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ക്രോമിയം കളറിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഡോറിന്റെ ഒരു താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള സ്കേർട്ടിങ് നൽകിയിട്ടുണ്ട്. അത് കണക്റ്റഡ് ആയിട്ട് ഈ ഒരു പോർഷൻ വരെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു i20യുടെ ഒരു എംബ്ലം അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ നീളം വരുന്നത് 3995 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ വീതി വരുന്ന 1775 ആണ്. ഹൈറ്റ് വരുന്ന 1505. അതുപോലെ തന്നെ വീൽ ബേസ് വരുന്നത് 2580. 37 ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇതിന്റെ ഒരു സൈഡ് പോർഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ സി പില്ലറിൽ നമുക്ക് ഇത്രയും ഒരു ക്വാർട്ടർ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ക്രോമിയം കളർ ഒരു ഡിസൈൻ എലമെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ തന്നെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു ഡിസൈനും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അത് നല്ല സ്പോർട്ടി ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് i20യുടെ റിയർ പോർഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ഷാർക്ക് ഫിൻ ആന്റിനയാണ് സ്പോർട്സ് വേരിയന്റ് നൽകിയിരിക്കുന്നത്. അതിന്റെ താഴെ തന്നെ നമുക്കിവിടെ ഹൈമൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡിഫോഗർ ലൈൻസ് കാണാൻ സാധിക്കും. അതിന്റെ താഴെ i20യുടെ പുതിയ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണക്റ്റഡ് ആയിട്ട് റിഫ്ലക്ട് ടൈപ്പാണ് ഇങ്ങനെ പോകുന്നത്. ഒരു ക്രോമിയം ഇൻസേർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഇതിന്റെ ഒരു ടെയിൽ ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇസഡ് ഷേപ്പിലുള്ള ടെയിൽ ലൈറ്റ് ആണ് രണ്ട് സൈഡിലും വരുന്നത്. LED ആണ് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് വേരിയന്റ് ആയതുകൊണ്ട് അതിന്റെ ബാഡ്ജിങ് കൂടെ നൽകിയിട്ടുണ്ട്. അവിടെ നമുക്ക് i20യുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതിന്റെ താഴെയായിട്ട് നമുക്കിവിടെ റിയർ ക്യാമറ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 2 പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് നമുക്ക് 2 ഡ്യുവൽ കളറിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റും നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് i20ക്ക് 311 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ലഗേജ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിടാനുള്ള ബെഞ്ചായിട്ട് ഫുള്ളി ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം പിന്നെ ഈ പാർസൽ ട്രേ എല്ലാം തന്നെ നമുക്ക് റിമൂവബിൾ ടൈപ്പ് ആണ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാം. സ്പെയർ ടയർ നമുക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ്. 15 ഇഞ്ചിന്റെ സ്പെയർ വീലാണ് വരുന്നത്. നമുക്കിവിടെ ഈ ഒരു ബൂട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഹോൾഡ് വരുന്നുണ്ട് ഈ ഒരു രീതിയിൽ. ഓക്കെ, ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോർ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഡോർ പാഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത്
ഈ ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ മിറർ ഫോൾഡിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്, സെൻട്രൽ ലോക്കിംഗ്, 4 ഡോർ പവർ വിൻഡോ, പിഞ്ച് ഫംഗ്ഷൻ. പിന്നെ നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയിൽ നമുക്കിവിടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡർ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ സ്പീക്കർ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഡോർ ഹാൻഡിൽ, ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഈ ഒരു സീറ്റിന്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ഫാബ്രിക് ടൈപ്പ് സീറ്റാണ് ഈ ഒരു വേരിയന്റിന് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സീറ്റ് റിക്ലൈനിങ്ങും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാനുവലാണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് i20യുടെ ഇന്റീരിയറിൽ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ സ്റ്റിയറിംഗ് തന്നെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഇതിന് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇടതുവശത്തായിട്ട് നമുക്ക് വോയിസ് കമാൻഡിനുള്ള ബട്ടൺ ഉണ്ട്, കോൾ എടുക്കാനുള്ള ബട്ടൺ, ഫേവറേറ്റ്സ് ബട്ടൺ, മോഡ്, ഇത്രയും കാര്യങ്ങൾ, വോളിയം കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഹെഡ്ലൈറ്റിന്റെ ഒരു പോർഷനിലേക്ക് വരാം. അവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് സപ്പോർട്ട് ചെയ്യും. ഇതിനകത്ത് ഹെഡ്ലൈറ്റ് എസ്കോർട്ട് ഫംഗ്ഷൻ ഉണ്ട്. ഈ ഓട്ടോ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇടുവാണെങ്കിൽ ലൈറ്റ് കുറഞ്ഞ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആയിക്കോളും. പിന്നെ നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസ് വരുന്നു. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫീച്ചർ വരുന്നുണ്ട്. 4 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ സ്പീഡോമീറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള സ്പീഡോമീറ്റർ ആണ് ഇതിന് ലഭിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഇടതുവശത്തായിട്ട് ഫ്യൂവൽ കാണാൻ സാധിക്കും, വലതുവശത്തായിട്ട് RPM, പിന്നെ സ്പീഡ് കാര്യങ്ങളെല്ലാം കാണാം. ഇതിൽ ഡോർ ഓപ്പൺ ആണെങ്കിൽ അതിന്റെ വാണിംഗ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു മെനു ടോഗിൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഫ്യൂൽ എക്കോണമി, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, TPMS വരുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ടു എംറ്റി, എത്ര ദൂരം ഓടാനുള്ള ഫ്യൂവൽ ഉണ്ട്. പിന്നെ ഏത് ഗിയറിലാണ്, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് P എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ട്. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണാൻ സാധിക്കും താഴെയായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൽ ലഭിക്കുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് ഇതിന് ലഭിക്കുന്നത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആയതുകൊണ്ട് ഇതിന് ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് സെലക്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിനിവിടെ കാണാൻ സാധിക്കും സ്പോട്ട്, നോർമൽ, 2 ഡ്രൈവ് മോഡാണ് വരുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാത്രമേ വരുന്നുള്ളൂ. സ്പോട്ടിലിട്ടാൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഓക്കെ, നമുക്ക് i20ക്ക് 8 ഇഞ്ചിന്റെ ഈ സ്പോർട്സ് വേരിയന്റിന് 8 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ സിസ്റ്റം ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് റേഡിയോ, മീഡിയ, ഫേവറേറ്റ്സ് ബട്ടൺ, അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ടച്ച് എല്ലാം തന്നെ വളരെ ഫാസ്റ്റ് ആണ്. DRVM എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിടാണെങ്കിൽ നമുക്ക് ഫുൾ ടൈം റിയർ വ്യൂ ക്യാമറ ഓൺ ആക്കിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ രീതിയിൽ പാർക്ക്ഡ് ആയതുകൊണ്ടാണ് അത് വരാത്തത്. ഈ രീതിയിൽ നമുക്ക് ഫുൾ ടൈം ക്യാമറ ഓൺ ആക്കിയിടാൻ പറ്റും. അതുപോലെ ഫോൺ പ്രൊജക്ഷൻ, നമുക്ക് ഇതിനകത്ത് ഫോൺ പെയർ ചെയ്തിട്ട് ഫോണിന്റെ മിററിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് സിസ്റ്റംസ് അതെല്ലാം വർക്ക് ചെയ്യും. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ i20യുടെ ഈ ഒരു 8 ഇഞ്ചിന്റെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ കൺവീനിയന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമുക്കിത് ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണിൽ, ഇപ്പൊ ഈ ഒരു ഫോണുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വെൽക്കം ടു ആൻഡ്രോയിഡ് ഓട്ടോ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നാവിഗേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മീഡിയ, ഇത്രയും കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ കോൾ ഹിസ്റ്ററി കാര്യങ്ങൾ, കോള് ഡയൽ ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ഈ ഒരു നമ്മുടെ മാപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ വോയിസ് കമാൻഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അടിമാലി കണ്ടോ? അപ്പൊ നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് നാവിഗേറ്റ് ചെയ്ത് പോവാം. നമുക്ക് ഫോൺ എടുക്കുക അല്ലെങ്കിൽ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ ഒന്നും വരുന്നില്ല. അപ്പൊ അതൊരു നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു വേരിയന്റിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ ഇതിന്റെ വേറൊരു ഫീച്ചർ കാണിച്ചു തരാം. ഇതിനകത്ത് വോയിസ് കമാൻഡ് കൊടുക്കാനുള്ള ബട്ടൺ ഉണ്ട്. ഈ ഒരു വോയിസ് കമാൻഡ് പ്രസ് ചെയ്തിട്ട് കോൾ ഷിബു ജിയോ, കണ്ടോ? ഇവിടെ ആ ഒരു ആൾക്ക് കോൾ ഇവിടെ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വയർലെസ് ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ വഴി നമുക്ക് ഉപയോഗിക്കാം. ആപ്പിൾ കാർപ്ലേ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ താഴെയായിട്ട് നമുക്കിവിടെ ഹസാർഡ് ലൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ AC-ന്റെ വെന്റ് തരുന്നത്. ഇതെല്ലാം തന്നെ ഒറ്റ സെക്ഷനായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് നമുക്കിവിടെ AC ഓൺ ആക്കാനുള്ള ബട്ടൺ ഉണ്ട്. ഇത് AC. പിന്നെ റിയർ ഫ്രണ്ട് ഡിഫോഗർ ലൈനിന് മിസ്റ്റ് കളയാനുള്ള ബട്ടൺ, നമുക്ക് എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള, അതേപോലെ തന്നെ ഇൻടേക്ക് എയറിന്റെ ബട്ടൺ, ഓഫ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാം. ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാം. അതിന് താഴെ തന്നെ നമുക്ക് 12 വോൾട്ടിന്റെ ചാർജിങ്ങിന്റെ സോക്കറ്റും ഒരു ടൈപ്പ് ടു സി ടൈപ്പ് ഫാസ്റ്റ് ചാർജർ, USB ചാർജർ കൊടുത്തിട്ടുണ്ട്.
ഇതിപ്പോ സ്പോർട്സ് ഓപ്ഷൻ വേരിയന്റ് ആയതുകൊണ്ട് ഇതിന് പുതിയതായിട്ട് ആഡ് ചെയ്ത ഫീച്ചറാണ് വയർലെസ് ചാർജർ. നമുക്ക് സ്പോർട്സ് ഓപ്ഷൻ വേരിയന്റ് ആയതുകൊണ്ട് ഇതിനകത്ത് വയർലെസ് ചാർജിങ്ങിനുള്ള ഒരു പാഡ് ഉണ്ട്. പുതിയൊരു ഓപ്ഷനാണ് വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ വെച്ച് കഴിഞ്ഞാൽ വയർലെസ്സിൽ ചാർജ് ആയിക്കോളും. അത് നല്ലൊരു ഫീച്ചറാണ്. സ്പോർട്സ് ഓപ്ഷൻ വേരിയന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൺറൂഫാണ്. സൺറൂഫ് വരുന്നുണ്ട് ഈ ഒരു വേരിയന്റിന്. നേരത്തെ നമുക്ക് ആസ്താന്ന വേരിയന്റിൽ മാത്രമാണ് ഈ ഒരു സൺറൂഫ് വരുന്നുള്ളൂ. ഇപ്പൊ സ്പോർട്സ് ഓപ്ഷനിലേക്കും ഇത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് 6 എയർ ബാഗാണ് വരുന്നത്. ഈ ഒരു സ്റ്റിയറിംഗിനകത്ത് എയർ ബാഗ് ഉണ്ട്. പിന്നെ ഡാഷ്ബോർഡിൽ എയർ ബാഗ് ഉണ്ട്. ഡാഷ്ബോർഡിലെ ഡ്യുവൽ കളറാണ്, ബേജ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. മോൾ ഭാഗം ബ്ലാക്ക് കളർ തീമിലാണ് വരുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ബേജ് കളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് IVT ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ഇത് തന്നെ മാനുവലായിട്ട് ഓടിക്കാം. വണ്ടി നമുക്ക് ഇങ്ങോട്ട് ഇപ്പോൾ ഡിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ റൈറ്റിലേക്ക് തട്ടിയാലേ നമുക്ക് മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു രീതിയിൽ. നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്കിവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാപ്പ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സൺഗ്ലാസ് ഹോൾഡറും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വേരിയന്റിൽ കൂൾഡ് ഗ്ലൗ ബോക്സ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിയർ സീറ്റിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് നമുക്ക് ഈ ഒരു സീറ്റിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ പാസഞ്ചേഴ്സിന്റെ കംഫർട്ടിന് വേണ്ടി 2 AC വെന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിന്റെ താഴെ നമുക്ക് ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിന്റെ താഴെയായിട്ട് നമുക്ക് ഒരു USB ചാർജർ നൽകിയിട്ടുണ്ട്. നമുക്ക് സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സൈഡിൽ കട്ടൻ എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിന്റെ 2 വശത്തും ഈ വശത്തും ആ വശത്തും എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ABS, EBD, ഹിൽ അസിസ്റ്റ് കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഫംഗ്ഷനും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. ഐറ്റന്റെ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്ന 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പ എഞ്ചിനാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 6000 RPM 83 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 4200 RPM നമുക്ക് 114.7 Nm ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് i20ക്ക് നിലവിൽ മോണോട്ടോണായിട്ട് 6 കളർ ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കളർ വൈറ്റ് ആണ്. അത് കൂടാണ്ട് നമുക്ക് റെഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആമസോൺ ഗ്രേ എന്ന് പറഞ്ഞ കളറ്, ടൈറ്റാൻ ഗ്രേ എന്ന് പറഞ്ഞ കളർ ഉണ്ട്. പിന്നെ സിൽവർ കളറിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഡാർക്ക് ബ്ലൂ കളറിലും ലഭിക്കുന്നുണ്ട്. ഒരു 2 ഡ്യുവൽ ടൂൺ കളേഴ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് റെഡിന്റെ റൂഫ് ബ്ലാക്ക് ആയിട്ടുള്ള വാഹനം, അതേപോലെ തന്നെ വൈറ്റ് വണ്ടിക്ക് റൂഫ് ബ്ലാക്ക് ആയിട്ടുള്ള 2 ഡ്യുവൽ ടൂൺ കളേഴ്സും ലഭിക്കുന്നുണ്ട്. i20യുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ മാഗ്ന എന്ന വേരിയന്റ് ആണെങ്കിൽ നമുക്ക് 9,14,000 ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ സ്പോർട്സ് എടുക്കുകയാണെങ്കിൽ 9,87,000 ഓൺ റോഡ് വരും. സ്പോർട്സ് ഓപ്ഷൻ എന്ന വേരിയന്റ് ആണെങ്കിൽ 10,27,000 നമുക്ക് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ആസ്ത എടുക്കുകയാണെങ്കിൽ 10,98 വരും. പിന്നെ ഇതിന്റെ തന്നെ ആസ്ത ഓപ്ഷൻ വേരിയന്റ് ആണെങ്കിൽ നമുക്ക് ഏകദേശം 11,95 ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഹ്യുണ്ടായി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 19 km/ലിറ്റർ ആണ് കമ്പനി പറയുന്ന മൈലേജ്. പിന്നെ i20 ഓണത്തിന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള ഓഫർ ഹ്യുണ്ടായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് i20യുടെ എന്ത് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും പ്രൈസ് കാര്യങ്ങൾ അറിയാനാണെങ്കിലും ഈ ഒരു വീഡിയോ താഴെ നമ്മുടെ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ഓൾ കേരള നമുക്ക് വെഹിക്കിളിന്റെ ഡെലിവറി കാര്യങ്ങൾ, രജിസ്ട്രേഷൻ നമുക്ക് എങ്ങനെയുള്ള അറേഞ്ച് ചെയ്യാം, ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം തന്നെ ഓൾ കേരള നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കെല്ലാം ഹ്യുണ്ടായി i20യുടെ റിവ്യൂ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഹ്യുണ്ടായി i20 അതുപോലെ ഹ്യുണ്ടായിയുടെ മറ്റു വാഹനങ്ങൾ ഇവയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ ടെസ്റ്റ് ഡ്രൈവ് അതുപോലെ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ കോതമംഗലത്തുള്ള പോപ്പുലർ ഹ്യുണ്ടായിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.